അയ്യോ കൊള്ളാലോ, ഇരു കൈകളും കൂപ്പി സ്വീകരിക്കണം കേട്ടോ. കാരണം വലിയ ഒരു സൽപ്രവൃത്തി ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് ചേട്ടൻ തിരിച്ചു വരികയാണ്. അപ്പോൾ പുരുഷ കേസരികൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ധീരപുത്രൻ. സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക, സ്ത്രീകളെ ഒരിക്കലും മോശക്കാരായി കാണരുത്, ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ആ പെൺകുട്ടി ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ധീരപുരുഷൻ ജയിലിലേക്ക് പോയത് കഴിഞ്ഞ 2 വർഷം മുന്നിൽ. ആ വീഡിയോ ആണ് ഇത്. അവൻ ഇറങ്ങുമ്പോൾ അവനെ നമ്മുടെ സമൂഹത്തിലുള്ള പുരുഷ കേസരികൾ, അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ, അവർ കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ചയാണിത്. അയ്യോ, അവനൊന്നും പറയാനില്ല കേട്ടോ, അവൻ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുള്ളൂ. എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടതെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവും. അവനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് അറസ്റ്റ്? ഒന്നിനുമല്ല, ഇതേ KSRTC ബസ്സിൽ വെച്ചിട്ട് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് തന്നെയാണ് കുറ്റകൃത്യം. കഴിഞ്ഞ വർഷം ഇവൻ ചെയ്തത് ഇത് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പാവം ആ പെൺകുട്ടിയെ, അവളുടെ വെറും ഒരു വസ്ത്രധാരണ രീതിയെ ചൊല്ലി എല്ലാവരും അതിനെ ഒരുപാട് മോശം കമൻറ്റിലൂടെയും വിമർശനങ്ങളിലൂടെയും തരം താഴ്ത്തി സംസാരിച്ചു. അവൾ ഒരുപാട് തവണ മീഡിയസിന് മുന്നിൽ വന്ന് പറഞ്ഞതാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു, അതിനെതിരെയാണ് ഇവൻ എനിക്കെതിരെ തിരിഞ്ഞത് എന്നൊക്കെ വന്ന് സത്യസന്ധമായ രീതിയിൽ സംസാരിച്ചപ്പോൾ ആ ഒരു വസ്ത്രധാരണം കൊണ്ട് ആ കുട്ടിയെ എല്ലാവരും മോശക്കാരിയായി കാണുകയും സമൂഹം തന്നെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യുകയും ഇവന് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മളിപ്പോൾ കണ്ടു. പക്ഷേ ഇന്നിതാ ഇവൻ വീണ്ടും അതേ പ്രവൃത്തി ചെയ്തിട്ട് അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ ഇത് ഇവൻ്റെ ഒരു സൂക്കേടാണ്, നല്ല അടി കിട്ടാത്തതിൻ്റെ സൂക്കേടെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ പ്രൈവറ്റ് ബസ്സൊന്നുമല്ല കേട്ടോ ഇവൻ്റെ വീക്ക്നെസ്, KSRTC തന്നെയാണ്. അതിൽ കയറുമ്പോഴാണ് ഇവന് എനിക്ക് തോന്നുന്നു ഒരു ആത്മസുഖം കൂടുതലായി ലഭിക്കുന്നതെന്ന്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇവൻ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, അങ്ങനെയാണ്, ചേനയാണ്, കുതിരയാണ്. ആയിക്കോട്ടെ, നമ്മൾക്ക് വിഷയമൊന്നുമില്ല. എന്തായാലും ഇത് ന്യൂസ് ചാനലും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. MS ലിഷോയി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയി, സവാദ് എന്ന പേര് ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലൊരു